അത് നമുക്ക് കുഞ്ഞാന്റെ നറുക്കെടുപ്പൊന്ന് കാണാം. എങ്ങനെ ആ വീഡിയോ കണ്ടാറില്ല ഇത് കള്ളക്കളി ഉണ്ടോ ഇല്ല. ഈ വീഡിയോയിൽ കുഞ്ഞാനെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ലോ. ഒരുപാട് പാട്ടുകളുണ്ട്. നറുക്കെടുക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെയല്ല ഇത് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അന്നെ പറഞ്ഞറിയിച്ച പോലെയാണ് കുഞ്ഞാന നറുക്കെടുക്കുന്നത്. കാരണം ജനങ്ങൾ വിഡ്ഢികളല്ല. ചിലപ്പം നീ എവിടെ സത്യം ചെയ്താലും കുഞ്ഞാന് നീ എവിടെ തന്നെ സത്യം ചെയ്താലും നിന്നെ അനുകൂലിക്കുന്നവർ മാത്രമേ നിനക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് നിന്റെ കുറച്ച് ബാക്കിലുള്ള ആൾക്കാർ. അത് കുടുംബപരമായിട്ടും അങ്ങനെയുള്ള ബാക്കി ആരും ഈ വീഡിയോ കണ്ടാൽ അംഗീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഒരു നറുക്കെടുക്കുമ്പോൾ അത് നല്ലോണം മിക്സാക്കണം. ഇജ് ഇടത് കൈയും വലത് കൈയും വെച്ച് ആ മുകൾ ഭാഗം ഒന്നിങ്ങനെ മിക്സാക്കി ഭാഗ്യം എവിടെയെന്ന് കിടക്കുന്നത് അറിയില്ല. കാരണം അത് നല്ലോണം ഒരു ഭാഗ്യ നറുക്കെടുപ്പാണല്ലോ. കുറേ പാവത്തങ്ങളെ പൈസ ഉണ്ടാവുകയില്ല. 4 കോർണറും നല്ലോണം കൈയിട്ട് പേപ്പറല്ലേ, കുപ്പിച്ചില്ലൊന്നും അല്ലല്ലോ. നീ അളക്കുന്നത് കണ്ട ഒരു കുപ്പിച്ചില്ലാണ്, കുപ്പിയുടെ ചില്ലുകളാണെന്ന് തോന്നും. പതുക്കെ ആ മുകളിൽ നിന്ന് ഇങ്ങനെ അളക്കിയിട്ട് നീ എന്ത് ചെയ്തു? ഇടത് കൈ വലത് കൈ കൊണ്ടാണ് ആരും ഒരു നറുക്കെടുക്കുക. അത് ഇടത് കൈ കൊണ്ടുപോയി ഒരു 4-5 സെക്കൻഡുകളോളം അതിൻ്റെ അടിയിൽ തപ്പുന്ന രീതി ആ വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും. ജനങ്ങൾ വിഡ്ഢികളല്ലല്ലോ. അത് പിന്നെ ആ നറുക്കെടുത്ത് കൈ കൊടുക്കുമ്പോൾ എൻ്റെ മുഖഭാവം ഒന്ന് ക്ലിയർ അല്ല. ഒരു നറുക്കെടുക്കുമ്പോൾ ഒരു സന്തോഷം ഒരു ഇതൊക്കെ വരും. കാരണം ഒരാൾക്കൊരു ഭാഗ്യം കിട്ടുമ്പോൾ ഒരു ഇതാണ്. പക്ഷെ അതൊന്നും എൻ്റെ മുഖത്തൊന്നും കാണുന്നില്ല. ഒന്നത് പിന്നെ അതല്ല, നറുക്കെടുക്കുമ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്താലോ അവിടെ കുറേ ആളുണ്ടല്ലോ, എടുക്കല്ലേ, അതിൻ്റെ മുതിറും ഉണ്ടാകും. എടുത്താലോ ഓല് പറയും ചിലപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അന്ന കൂലിക്ക് ഉണ്ടായതല്ലേ, ജൈനുള്ള പൈസയും വാങ്ങിയിട്ടുണ്ടാവും. നല്ലോ ഇളക്കുക, നല്ലോ മിക്സ് ചെയ്തിട്ട് ഇനി എടുത്താലോ ഓക്കെ. ആ മുകളിൽ നിന്ന് വലത്ത് കൈ കൊണ്ട് ഒന്നുണ്ട് എടുത്തിട്ട് ഓക്കെ കേട്ടോ എടുത്തുക്കണ് കണ്ടായിരുന്നത് വലിയൊരു നറുക്കെടുപ്പ് നടക്കല്ലേ, അത് നിർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതാണ് നറുക്കെടുപ്പ്. ഒരു കുറിയാണെങ്കിൽ എന്താണെങ്കിലും ഒരു ഭരണിയിലോ കുപ്പിയിലോ ഇട്ടിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇളക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് ആ മുകളിൽ നിന്ന് ഒന്നണ്ടെടുക്കും. ഇത് നീ അതല്ല ചെയ്തത്. ആ മുകൾ ഭാഗം ഒന്നണ്ട് ഇളക്കിയിട്ട് ഇടത്ത് കൈ അങ്ങനെയാണ് കൊണ്ടുപോയി ഒരു 4-5 സെക്കൻഡ് ആ വീഡിയോ കണ്ടാറിയാം. 2-3 സെക്കൻഡ് അവിടെ തപ്പുന്നുണ്ടാകുന്നവർക്ക് ആരോ എന്നെ പറഞ്ഞ് ക്ലാസ് എടുപ്പിച്ച പോലെ ഈ ഭാഗത്താണത് വെച്ചിട്ടുള്ളത്. അതുപോലെയാണ് ആ വീഡിയോ കാണുന്നത്. ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ്. കാരണം ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇനിയെങ്കിലും നറുക്കെടുക്കുമ്പോൾ നല്ല ഇങ്ങനത്തെ പരിപാടി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഏതായാലും പണം വാങ്ങുന്നുണ്ട്, എൻ്റെ ഒരു ജോലിയാന്ന് തന്നെ കൂട്ടിക്കോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് ചോദിക്കുക, എടുക്കല്ലേ എന്ന് ചോദിക്കുക അവരോട്. നറുക്കെടുക്കല്ലേ എന്ന് ചോദിക്കുക. അവർ പറയണം ഒന്നും കൂടി മിക്സ് ആക്കുക. എല്ലാവരുടെ പൈസയും കൂടിയാണല്ലോ, കുഞ്ഞാൻ്റെ ഒറ്റക്കല്ലല്ലോ, ഒരുപാട് പാവത്തങ്ങളെ പൈസ ഉണ്ട്. നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്താലോ വലത് കൈകൊണ്ട്. ഇതൊരു മുസ്ലിമും കൂടിയാണ്, ബിസ്മില്ല. ആ നറുക്കണ്ടെടുത്തിട്ട് വിളിച്ച് കാട്ടി കൊടുത്താൽ എനിക്കൊരു പേരുദോഷം കാര്യങ്ങളും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഏത് കുട്ടികൾക്കും അറിയാം ഇത് കള്ളത്തരാണെന്നുള്ളത്. ഇനി കുഞ്ഞാൻ്റെ അടുത്ത് കള്ളത്തരം ഉണ്ടായിട്ടുണ്ടാവോ അത് നമുക്കറിയില്ല. എന്തായാലും ഉണ്ടെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ അത് പുറത്ത് ചാടും ചെയ്യും. പിന്നെ ഈ കുഞ്ഞാനെ ഇനി എങ്ങനെ സത്യം ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. സംഭവം അത് ഇനിയെങ്കിലും നറുക്കെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്യാം. നല്ലോണം മിക്സ് ആക്കിയിട്ട് അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക, എടുക്കല്ലേ, ഒന്നും കൂടി ഇളക്കുന്ന അവർ പറയും. നമ്മൾ കുറിയിൽ എല്ലാ നറുക്കെടുക്കുമ്പോഴും പറയും ആ ഭരണി ഒന്നും കൂടി കുലുക്കുക. അതുപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട് ആ വലത് കൈ കൊണ്ട് ഒരു നറുക്കെടുത്ത് അവിടെ എവിടെ ഭാഗ്യം നിച്ചാൽ അത് കിട്ടും. ഇത് ഭാഗ്യത്തിനെ നിങ്ങൾ കള്ളത്തരത്തിലൂടെ ഒളിപ്പിച്ച് വെച്ച പോലെയാണത് ആ നറുക്കെടുത്തത്. ഞാൻ കുഞ്ഞാനെ കുറ്റപ്പെടുത്തി പറയല്ല. ആ വീഡിയോ കണ്ട ആർക്കും, ചോറ് കഴിക്കുന്ന അന്നം തിന്നുന്ന ആർക്കും മനസ്സിലാവും ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് എന്നില്ല.